ഇവിടെ മീന എന്ന പേര് ഒരു പെൺകുട്ടിയെ കാണിക്കാണ്. അവള് കാണാൻ വളരെ സുന്ദരിയാണ്. അതുപോലെ തന്നെ അവളുടെ പിന്നാലെ കുറച്ച് ആൺപിള്ളേരും ഉണ്ടാവും. ഇപ്പോൾ അവളാണെങ്കിൽ ഡാൻസ് ക്ലാസ്സിന് അച്ഛന്റെ കൂടെ പോവാൻ വേണ്ടി നിൽക്കുകയാണ്. എല്ലാവരുടെ കൂട്ടത്തിലും നമ്മളെ ഹീറോയും കൂടെ അവളുടെ പിന്നാലെ തന്നെ പോവാണ്. അവൻ എത്രയൊക്കെ അവന്റെ ലവ് പറയാൻ വേണ്ടി ചെന്നാലും അവൾ അത് മൈൻഡ് ചെയ്യാതെ തിരിച്ചു വിടാനും ചെയ്തിട്ടുണ്ടാവുക. ഇവിടെ ഇങ്ങനെ കാര്യങ്ങൾ നടക്കുന്ന സമയത്ത് അവളുടെ വീട്ടിലെ അയൽവക്കത്തുള്ള ഒരു ആന്റി എല്ലാ ദിവസവും മാത്രം പോരാനിട്ട് മോളെ എപ്പോഴോ വയസ്സറിയിച്ച് കല്യാണം ഒന്നും നോക്കുന്നില്ലേ എന്ന 100 ചോദ്യങ്ങളായിരിക്കും. അമ്മയാണെങ്കിൽ അതിന് ഉത്തരം പറയാൻ നിൽക്കുന്ന സമയത്ത് അവിടത്തേക്കും അവളുടെ അച്ഛൻ വരികയാണ്. അവള് കൊറോണ സമയത്താണ് വയസ്സറിയിച്ചത്. അത് മാത്രല്ല നമ്മളിപ്പോ ഇങ്ങോട്ടേക്ക് വീട് മാറി വന്നതല്ലേ, അതുകൊണ്ട് നിങ്ങൾക്ക് ഞങ്ങളെ കുറിച്ച് അധികം അറിയാൻ കാര്യമൊന്നും ഉണ്ടാവില്ല എന്ന് പറയാം. ഇതിങ്ങനെ നടക്കുന്ന സമയത്ത് ഒരു ബ്രോക്കർ ചേട്ടനാണെങ്കിൽ ഡെയിലി വീട്ടിൽ വന്നിട്ട് അവൾക്ക് വിവാഹാലോചനയും കൊണ്ടുവരും. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവളുടെ അച്ഛൻ ഒരു ദിവസം പറയും, എന്റെ മകൾക്ക് ഇപ്പൊ കല്യാണം കഴിക്കാൻ താല്പര്യമില്ല, ഇനി ഇങ്ങോട്ട് വരാൻ പാടില്ല എന്ന്. അങ്ങനെ ഇവനാണെങ്കിൽ ഇവളുടെ പിന്നാലെ നടക്കുന്നതുകൊണ്ട് തന്നെ ഒരു ദിവസം ബാക്കിയുള്ള ആണുങ്ങൾ ഇവനെ പിടിച്ചടിക്കുകയാണ്. അവിടെ നിന്നും ഹീറോയിനായിരിക്കും അവനെ രക്ഷിച്ചിട്ടുണ്ടാവുക. ഡാൻസ് ക്ലാസ്സിൽ വെച്ച് അവൻ അവന്റെ ഇഷ്ടം പറയുന്ന സമയത്ത് അവളാണെങ്കിൽ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്നും പറയുന്നുണ്ടാവും. അപ്പോൾ നമ്മളെ ഹീറോ പറയും, എനിക്ക് അതൊക്കെ അറിയാം, അതൊക്കെ നിന്റെ ചേട്ടനാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്, അതെനിക്ക് ഒരു പ്രശ്നമല്ല എന്നും കൂടെ പറയാണ്. ഹീറോയിൻ പോയിട്ട് ചേട്ടനോട് നീ എന്തിനാ അങ്ങനെ പറഞ്ഞെന്ന് പറയുമ്പോൾ ചേട്ടനാണെങ്കിൽ ഞാനത് പറയാൻ ഒരു കാരണമുണ്ട്, അതെല്ലാം നിന്റെ നല്ലതിന് വേണ്ടിയാണ് എന്നും പറയാണ്. ചേട്ടനാണെങ്കിൽ 24 മണിക്കൂറും കള്ളും കുടിച്ച് നടക്കുന്ന ഒരുത്തനാണ്. ഇവിടെ അമ്മയും അച്ഛനും കൂടി വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് ഒരു ഹോമം ചെയ്യാമെന്ന് പറയാണ്. അങ്ങനെ ആ ഹോമം നടക്കുന്ന സ്ഥലത്തേക്ക് ഒരാൾ വരാണ്. എന്നിട്ട് നിങ്ങളുടെ മകളെ എന്റെ മകന്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കുന്നു, അത് മാത്രല്ല ഇവൾ ഇതുവരെയായിട്ടും വയസ്സറിയിച്ചിട്ടില്ല, എന്തിനു പറയണം, ഇവളൊരു പെണ്ണയല്ല എന്ന് പറയാണ്. അങ്ങനെ എല്ലാവരുടെ മുന്നിൽ നാണം കെട്ടിക്കുന്ന സമയത്ത് ഹീറോയിന്റെ അച്ഛനാണെങ്കിൽ ഹീറോയിനെ തല്ലുകയാണ്. പെട്ടെന്ന് ആ ഒരു ആന്റി ആണെങ്കിൽ എനിക്ക് അന്നേരം സംശയം ഉണ്ടായിരുന്നു ഇവളൊരു പെണ്ണല്ല എന്ന്, എല്ലാവരെയും പറ്റിക്കായിരുന്നു ഇത്രയും നാള് എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ ഒരുപാട് പറയുകയും നാണം കെടുത്തുകയും ചെയ്യുന്നുണ്ടായി. ഇനി എന്തു പറയും എന്ന് വരെ നിൽക്കാവുന്ന സമയത്ത് ഹീറോയിന്റെ അമ്മയ്ക്കും അച്ഛനും നല്ലപോലെ നാണം കെട്ടിട്ടുണ്ടായിരുന്നു. അത് മാത്രല്ല ഹീറോയിന്റെ അച്ഛനാണെങ്കിൽ നീ കാരണം നമുക്ക് ഒരുപാട് നാണക്കേടുണ്ടായി എന്നും പറഞ്ഞിട്ട് ഒരുപാട് വഴക്കും പറയാണ്. പെട്ടെന്ന് ഹീറോയിനാണെങ്കിൽ ഓടിപ്പോയി റൂമിൽ കയറുകയാണ് ചെയ്തിട്ടുണ്ടായത്. കഥയുടെ സംഭവം എന്താണെന്ന് വെച്ചാൽ ഹീറോയിൻ ശരിക്കും ഒരു പെണ്ണല്ല, ആണ് തന്നെയാണ്. ഇവർക്ക് 3 ആൺകുട്ടികളാണ് ഉള്ളത്. ഇളയതും ആൺകുട്ടിയായ സമയത്ത് ഹീറോയിന്റെ അമ്മയും അച്ഛനും കൂടെ ഒരു പെണ്ണിനെ പോലെ എപ്പോഴും അണിയിച്ചൊരുക്കാറുണ്ടായിരുന്നു. എന്നാൽ പോകെ പോകെ താൻ ഒരു പെണ്ണാണെന്നും അത് മാത്രല്ല എനിക്ക് ഇങ്ങനെ ഇരിക്കുന്നതാണ് പിടിക്കുന്നതും എന്നും പറയാണ് ഹീറോയിന്റെ അച്ഛനോട്. ഇതാണെങ്കിൽ അച്ഛൻ നേരെ പോയിട്ട് ഒരു ഡോക്ടറോടും പറയും. ഡോക്ടറാണെങ്കിൽ ഇതൊന്നും അത്ര വലിയ കാര്യമല്ല, അവൻ മാനസികപരമായിട്ട് ഒരു പെണ്ണാണെങ്കിൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ, കുറച്ച് വലുതായിട്ടാകുമ്പോൾ സർജറി ചെയ്യാമെന്നും പറയാണ്. ഇവര് രണ്ടുപേരും പ്രത്യേകിച്ചൊന്നും പറയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഹീറോയിൻ കുറച്ച് വലുതായപ്പോൾ സർജറി ചെയ്ത് ഒരു പെണ്ണായി മാറുകയാണ്, അതായത് ട്രാൻസ്ജെൻഡറായി മാറും. അങ്ങനെ ആ നാട്ടിൽ ഈ സംഭവങ്ങളൊക്കെ അറിഞ്ഞിട്ട് ഹീറോയിനെ കാണാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. നാട്ടിൽ ആദ്യമായിട്ടാണ് ഒരു പെണ്ണ്, അതായത് ഒരു ആണെ പെണ്ണായി മാറിയിട്ടുണ്ടാവുക. കാര്യങ്ങൾ ചോദിച്ച് കാണാൻ വരുന്ന എല്ലാവരും ഹീറോയിനോട് ഓരോ കാര്യങ്ങൾ ചോദിക്കാൻ തുടങ്ങുകയാണ്. ഹീറോയിന്റെ അച്ഛനും അവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായ സമയത്ത് വളരെ ബുദ്ധിമുട്ടായി മാറാണ്. നാണക്കേടും സങ്കടവും എല്ലാം വന്നതുകൊണ്ട് തന്നെ നാട് വീട് ഉപേക്ഷിച്ചായിരിക്കും ഇങ്ങോട്ട് വന്നിട്ടുണ്ടാവും. ഇവിടെയും ഇതുപോലെ തന്നെയായി, ഈ നാടും വിട്ടു പോകേണ്ടി വരുമോ എന്നാണ് ഇപ്പോൾ ഇവരുടെ ചിന്ത. അതേസമയത്ത് ഹീറോയിൻ ആണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർ പറയുന്നത് എന്തിനാ കേൾക്കുന്നത്, എനിക്ക് എന്റേതായ ഒരു ഡ്രീം ഉണ്ട് എന്ന് പറയാണ്. ഹീറോയിന്റെ അച്ഛനും അതെന്താ ചോദിക്കുന്ന സമയത്ത് എനിക്ക് മിസ് ബ്യൂട്ടി ക്വീൻ ആണ്, അത് മാത്രമല്ല ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, കല്യാണമൊന്നും എന്റെ ഒരു ഡിക്ഷണറിയിലേ ഇല്ല എന്ന് പറയും. ഹീറോയിന്റെ ഫാമിലിയും ഒരുപാട് സപ്പോർട്ടായിരുന്നു. നാട്ടിലാണെങ്കിൽ അവളെ കണ്ടു അവളൊരു പെണ്ണല്ലട ആണാണ് എന്ന രീതിയിൽ എല്ലാവരും അവളെ കുറ്റം പറയുന്നുണ്ടെങ്കിലും ഹീറോയിന്റെ അച്ഛൻ അതൊന്നും മൈൻഡ് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് കടമകൾ കടന്നിട്ട് ട്രാൻസ്ജെൻഡർ ആയ നമ്മളെ ഹീറോയിൻ ആണെങ്കിൽ ആ ഒരു ഫാഷൻ ഷോയിൽ പങ്കെടുക്കുകയാണ്. അങ്ങനെ നടക്കുന്ന സമയത്തായിരുന്നു ഹീറോയിന്റെ ഡ്രസ്സ് പൊട്ടുന്നുണ്ടാവുക. അതൊന്നും വകവെക്കാതെ അവൾ അടിപൊളിയായിട്ട് നടന്നിട്ട് ആ ഒരു ഷോ കംപ്ലീറ്റ് ചെയ്യുകയാണ്. അങ്ങനെ അവൾ തന്നെയായിരുന്നു വിന്നറും. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഹീറോയിൻ ആണെങ്കിൽ ഞാൻ ഈ ഒരു സമ്മാനം എന്റെ അച്ഛന് വേണ്ടിയിട്ടും എന്റെ ഫാമിലിക്ക് വേണ്ടിയിട്ടും ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറയാണ്. സ്റ്റോറിയുടെ ഞാൻ മെൻഷൻ ചെയ്തേക്കാം. കൂടുതൽ